Jean Baudrillard, Jean Baudrillard, Jean Baudrillard, born in 1929, 1929 ഫ്രാൻസിലാണ് ജനിച്ചത്. മരണപ്പെട്ടത് 2007 ഫ്രാൻസിൽ തന്നെയാണ് മരണപ്പെട്ടത്. അറിയപ്പെടുന്ന ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റും കൾച്ചറൽ തിയറിസ്റ്റുമാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ആണ് ഹൈപ്പർ റിയാലിറ്റി, സിമുലാക്രം എന്നൊക്കെ പറയുന്ന ഐഡിയാസ്. അത് ലിറ്റററി തിയറിയെയും അതുപോലെ ഫിലോസഫിയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് ഹൈപ്പർ റിയാലിറ്റി, സിമുലാക്രം പോലുള്ള ഐഡിയാസ്. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. പ്രത്യേകിച്ചും അദ്ദേഹം മീഡിയയെ പറ്റി ഒരുപാട് അനാലിസിസ് നടത്തിയിട്ടുണ്ട്. കണ്ടംപററി കൾച്ചറിനെ പറ്റിയും ടെക്നോളജിക്കൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയൊക്കെ അദ്ദേഹം അനാലിസിസ് നടത്തിയത് കൊണ്ട് തന്നെ അതിലൊക്കെ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് അനാലിസിസ് ഓഫ് മീഡിയ, കണ്ടംപററി കൾച്ചർ ആൻഡ് ടെക്നോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ വ്യത്യസ്തമായ സബ്ജക്റ്റുകളെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൺസ്യൂമറിസത്തെ പറ്റി, ക്രിട്ടിക് ഓഫ് എക്കണോമി, സാമ്പത്തികമായ ഇതിനെ പറ്റി അതിനെ ക്രിട്ടിക്ക് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സോഷ്യൽ ഹിസ്റ്ററി, ഈസ്തെറ്റിക്സ്, വെസ്റ്റേൺ ഫോറിൻ പോളിസി, പോപ്പുലർ കൾച്ചർ, അതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് സെഡക്ഷൻ, SEDUCTION, 1978 1978 ഇറങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ വേറൊരു ഫേമസ് വർക്ക് സിമുലാക്ര ആൻഡ് സിമുലേഷൻ എന്ന് പറയുന്ന വർക്ക് 1981. അമേരിക്ക ഇൻ ദ ഇയർ 1986. അതുപോലെ തന്നെ ദ ഗൾഫ് വാർ ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ് 1991. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നമ്മൾ കൂടുതലും പോസ്റ്റ് മോഡേണിസവുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റാണ്, ഫിലോസഫറാണ്, കൾച്ചറൽ തിയറിസ്റ്റാണ്. നോൺ ഫോർ ഹിസ് പ്രൊവോക്കേറ്റീവ് ഇൻസൈറ്റ്സ് ഇൻ ദ കണ്ടംപററി സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഇദ്ദേഹം ഭയങ്കര പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഐഡിയാസ് കൊണ്ടുവരികയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കണ്ടംപററി സൊസൈറ്റിയെ പറ്റിയും കൾച്ചറിനെ പറ്റിയൊക്കെ. അപ്പോൾ ഇദ്ദേഹം ഒരു കീ ഫിഗറാണ് ഇൻ ദ പോസ്റ്റ് മോഡേണിസ്റ്റ് മൂവ്മെൻറ്റിലെ ഒരു കീ ഫിഗറാണ് ഇദ്ദേഹം. അദ്ദേഹം കൺവെൻഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി, ട്രൂത്ത് ആൻഡ് റെപ്രസെൻറ്റേഷൻ ഇതിനെയൊക്കെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കൺവെൻഷനലി നമ്മൾ കരുതുന്ന കുറേ യാഥാർത്ഥ്യങ്ങൾ, കുറേ റിയാലിറ്റി, അതുപോലെ കുറേ ട്രൂത്തുകൾ, കുറേ റെപ്രസെൻറ്റേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ റിയാലിറ്റി, ട്രൂത്ത്, റെപ്രസെൻറ്റേഷൻ ആ ഒരു കൺവെൻഷണൽ രീതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ കോൺസെപ്റ്റ്സുകളാണ് ഹൈപ്പർ റിയാലിറ്റി, സിമുലാക്രം എന്നൊക്കെ പറയുന്നത്, which explore how simulations and representation increasingly dominate our perception of the world. ഈ രണ്ട് കോൺസെപ്റ്റുകളിലൂടെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഈ സിമുലേഷൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ റെപ്രസെൻറ്റേഷൻസ് നമ്മുടെ പെർസെപ്ഷൻസിനെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ ഡോമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതുപോലെ തന്നെ ബ്ലറിങ് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഇലൂഷൻ, യാഥാർത്ഥ്യവും ഇലൂഷനും തമ്മിലുള്ള ബൗണ്ടറീസിനെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിനെ പറ്റിയും പറയുന്നു. അപ്പോൾ അദ്ദേഹം ക്രിട്ടീക്ക് ചെയ്യുന്നത് ബോഡിലാർഡ്സ് ക്രിട്ടീക്ക് ഓഫ് കൺസ്യൂമർ കൾച്ചർ, മീഡിയ സാച്ചുറേഷൻ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. അതായത് ഈ കൺസ്യൂമർ കൾച്ചറിനെയും മീഡിയ സാച്ചുറേഷനെയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെയൊക്കെ ക്രിട്ടീക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറീസിന്, അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്സിന് സോഷ്യോളജിയിലും കൾച്ചറൽ സ്റ്റഡീസിലും മീഡിയ തിയറിയിലുമൊക്കെ വളരെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഇപ്പോൾ സിമുലേഷൻ എന്താണെന്ന് വെച്ചാൽ it refers to the imitation or representation of aspects of the real world through artificial means such as computer programs or models. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ. എന്തിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ റിയൽ വേൾഡിലുള്ള ആസ്പെക്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യും ത്രൂ ആർട്ടിഫിഷ്യൽ മീൻസ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള മീൻസ് ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ മോഡൽസ്
കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ മോഡൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് റിയൽ വേൾഡിലുള്ള ആസ്പെക്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് സിംപ്ലിഫൈഡ് ഓർ അബ്സ്ട്രാക്റ്റഡ് വേർഷൻ ഓഫ് റിയാലിറ്റി. ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാലിറ്റിയുടെ ഒരു അബ്സ്ട്രാക്റ്റഡ് വേർഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റിയാലിറ്റിയുടെ ഒരു അബ്സ്ട്രാക്റ്റഡ് വേർഷൻ ഉണ്ടാക്കുന്നു, സിംപ്ലിഫൈഡ് വേർഷൻ ഉണ്ടാക്കുന്നു ഫോർ വേരിയസ് പർപ്പസസ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ അബ്സ്ട്രാക്റ്റഡ് വേർഷൻ ഓഫ് റിയാലിറ്റി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ പല പർപ്പസിന് വേണ്ടിയാണ്. ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയൊക്കെ നമുക്കിത് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗെയിംസുകൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് വീഡിയോ ഗെയിംസുകൾ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഉള്ള കാര്യങ്ങളെ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാണ്, അതിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് റിയൽ വേൾഡിലുള്ള. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽസ് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ഒരു അബ്സ്ട്രാക്റ്റഡ് വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ GTA San Andreas ആണെങ്കിലും ഡോക്ടർ ഡ്രൈവ് ഗെയിം ആണെങ്കിലും ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സിമുലാക്ര എന്ന് പറഞ്ഞാൽ ആർ കോപ്പീസ് ഓർ റെപ്രസെന്റേഷൻ ദാറ്റ് ഹാവ് നോ ഒറിജിനൽ. അപ്പോൾ സിമുലാക്ര എന്ന് പറഞ്ഞാൽ കോപ്പീസ് ആണ് അല്ലെങ്കിൽ റെപ്രസെന്റേഷൻസ് ആണ്. അതിന് ഒറിജിനൽ എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ റിയാലിറ്റി ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റഡ് വേർഷൻ ഓഫ് റിയാലിറ്റി ആണ് സിമുലേഷൻ എന്ന് പറയുന്നത്. സിമുലാക്ര എന്ന് പറഞ്ഞാൽ ഇത് ആ കോപ്പീസ് ആണ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കോപ്പീസ് ഇല്ലേ, അബ്സ്ട്രാക്റ്റഡ് വേർഷൻസ് ഓഫ് റിയാലിറ്റി ദാറ്റ് ഹാവ് നോ ഒറിജിനൽ. ഒറിജിനൽ ഇല്ലാത്ത അബ്സ്ട്രാക്റ്റഡ് വേർഷൻസിനെയാണ്, അല്ലെങ്കിൽ ആ കോപ്പീസിനെയാണ്, അല്ലെങ്കിൽ ആ റെപ്രസെന്റേഷൻസിനെയാണ് സിമുലാക്ര എന്ന് പറയുന്നത്. അതിന് ഒറിജിനൽ ഇല്ല. ഇറ്റ് ഓഫൺ ബ്ലേഴ്സ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് റെപ്രസെന്റേഷൻ. റിയാലിറ്റിയും റെപ്രസെന്റേഷനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഈ സിമുലാക്ര എന്ന് പറയുന്ന ടേമും കോയിൻ ചെയ്തിരിക്കുന്നത് ജീൻ ബോഡർലാഡ് തന്നെയാണ്. സിമുലാക്ര എന്ന് പറഞ്ഞാൽ ഹൈപ്പർ റിയൽ എൻറ്റിറ്റീസ് ആണ്, റെഫേഴ്സ് ടു ഹൈപ്പർ റിയൽ എൻറ്റിറ്റീസ് ദാറ്റ് സിമുലേറ്റ് ദ റിയാലിറ്റി ടു ദ പോയിന്റ് വെയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് റെപ്രസെന്റേഷൻ ബിക്കംസ് ഇൻഡിസ്റ്റിങ്വിഷ്. നമുക്ക് ഏതാണ് റിയൽ ആയിട്ടുള്ളത്, ഏതാണ് ഇതിൽ റെപ്രസെന്റേഷൻ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. ഇപ്പോൾ സിമുലാക്ര ആർ കോപ്പീസ് ദാറ്റ് ഹാവ് നോ ഒറിജിനൽ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ ഈ കോപ്പീസ് എടുക്കുമ്പോൾ നമുക്ക് ഏതാണ് റിയൽ, ഏതാണ് റെപ്രസെന്റേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളൊരു കോപ്പി എടുക്കുന്നു, ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കും. അപ്പോൾ ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് റിയൽ എന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നു, അതൊരു സിമുലാക്രാണ്. ഇപ്പോൾ ഒരു പിക്ചർ നമ്മൾ കളർ കോപ്പി എടുക്കുന്നു, ഒരു പെയിന്റിങ്. അപ്പോൾ ആ പെയിന്റിങ് ആണോ റിയൽ എന്ന് ചോദിച്ചാൽ, ഇതാണോ റിയൽ എന്ന് ചോദിച്ചാൽ നമുക്കത് വേർതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് സിമുലാക്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വിർച്വൽ റിയാലിറ്റി. വിർച്വൽ റിയാലിറ്റി ഈസ് എ കമ്പ്യൂട്ടർ ജനറേറ്റഡ് സിമുലേഷൻ of an immersive three-dimensional environment that users can interact within a realistic manner. So virtual reality VR എന്ന് നമ്മൾ പറയും. ഇതൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് സിമുലേഷൻ ആണ്. ഇത് നമുക്കൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഒരു 3-dimensional എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ ഒരു റിയലിസ്റ്റിക് മാനറിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ടിപ്പിക്കലി ഇൻവോൾവ്സ് ഹെഡ്സെറ്റ്സ് ആൻഡ് സെൻസറി ഡിവൈസസ് ടു ക്രിയേറ്റ് ആൻ ഇമേഴ്സീവ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഹെഡ്സെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, പലതരത്തിലുള്ള സെൻസറി ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോൾ VR ഹെഡ്സെറ്റുകൾ നമുക്കറിയാം, മെറ്റ കൊണ്ടുവന്ന VR ഹെഡ്സെറ്റ്, അതിലൂടെ നമുക്കൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമ്മളെ സെൻസസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസ് ആണ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടും. allowing users to feel as though they are physically present in a digitally generated environment. ഒരു ഡിജിറ്റലി ജനറേറ്റഡ് എൻവയോൺമെന്റിൽ നമ്മളെ ഫിസിക്കലി പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫിസിക്കലി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റലി ജനറേറ്റഡ് എൻവയോൺമെന്റിൽ നമുക്ക് ഫിസിക്കലി പ്രസന്റ് ആവാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ഹൈപ്പർ റിയൽ. ഹൈപ്പർ റിയൽ ഡിസ്ക്രൈബ്സ് എ സ്റ്റേറ്റ് where reality and simulation become indistinguishable. ഹൈപ്പർ റിയൽ എന്ന് പറയുമ്പോൾ
ഈ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് റിയാലിറ്റി ഏതാണ്, സിമുലേഷൻ ഏതാണ്, ഇമിറ്റേഷൻ ഏതാണ് എന്നുള്ള ഒരു വേർതിരിക്കാൻ സാധിക്കാത്ത ഒരു സ്റ്റേറ്റിൽ എത്തുന്നതിനെയാണ് ഹൈപ്പർ റിയൽ എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും ദ സ്റ്റേറ്റ് വേർ റിയാലിറ്റി ആൻഡ് സിമുലേഷൻ ബിക്കംസ് ഇൻഡിസ്റ്റിങ്, നമുക്ക് തരംതിരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിൽ എത്തുന്നതിനെയാണ്, ആ സ്റ്റേറ്റിനെയാണ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. ആ റിയാലിറ്റിയും അതുപോലെ തന്നെ സിമുലേഷനും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി ഇല്ലാതാവും. It refers to a condition where representation or simulations are perceived as more real than reality itself. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ സിമുലേഷൻസിനെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ആസ് മോർ റിയൽ ദാൻ റിയാലിറ്റി ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ ഈ സിമുലേഷൻസിനാണ് നമ്മൾ റിയാലിറ്റി എന്ന് പറഞ്ഞ് പെർസീവ് ചെയ്യുന്നത്. യഥാർത്ഥ റിയാലിറ്റിയും കാട്ടി ഇതാണ് റിയൽ, സിമുലേഷൻസ് ആണ് റിയൽ എന്ന് നമ്മൾ പെർസീവ് ചെയ്തെടുക്കും, മനസ്സിലാക്കും. So often resulting from the proliferation of media, images, advertising and consumer culture. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ റിയാലിറ്റിയെ വിശ്വസിക്കാതെ ഈ സിമുലേഷനെ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ദ പ്രൊളിഫറേഷൻ, ഇൻക്രീസിങ് നമ്പർ ഓഫ് മീഡിയ, ഇമേജസ്, അഡ്വർടൈസിങ്, കൺസ്യൂമർ കൾച്ചർ. ഇപ്പോൾ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഒരുപാട് മീഡിയ ഇമേജസ് ആണ് നമ്മൾ കാണുന്നത്, ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് ആണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ഒരു കൺസ്യൂമർ കൾച്ചർ തന്നെ ആയി മാറി. അപ്പോൾ ഇത് എക്സസ് ആവുമ്പോൾ നമുക്ക് റിയാലിറ്റി വേണ്ട, നമുക്ക് സിമുലേഷൻ മതി എന്നുള്ള രീതിയിലേക്ക് പോകും. നമ്മൾ ഈ റിയാലിറ്റി എന്ന് പറയുന്ന ആ ഒരു മതിലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്ത് നമ്മൾ ഈ സിമുലേഷൻസിൽ നമ്മൾ ഇമേഴ്സീവ് ആവുന്നു എന്നാണ് പറയുന്നത്. റീഇഫിക്കേഷൻ, REIFICATION, റീഇഫിക്കേഷൻ is the process of treating abstract concepts or constructs as if they were concrete, tangible objects. ഇപ്പോൾ റീഇഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു പ്രക്രിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആസ് ഇഫ് ദേ ആർ കോൺക്രീറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഒബ്ജക്ട്സ്. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം അത് അബ്സ്ട്രാക്റ്റ് ആണ്, അതൊരു അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു കൺസ്ട്രക്റ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അതിനെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള രീതിയിൽ, വളരെ ടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് റീഇഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ആട്രിബ്യൂട്ടിംഗ് സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയാലിറ്റി ടു അബ്സ്ട്രാക്ട് ഐഡിയാസ്, ടേണിംഗ് ദം ഇൻ ടു തിങ്സ് ദാറ്റ് ക്യാൻ ബി പെർസീവ്ഡ്, മാനിപ്പുലേറ്റഡ് ഓർ എക്സ്റ്റെൻഡ്. അപ്പോൾ നമ്മൾ അതിന് ആ സബ്സ്റ്റൻസിന് നമുക്കറിയാം ആ ഒരു സബ്സ്റ്റൻസ് അബ്സ്ട്രാക്റ്റ് ആണ്, പക്ഷെ നമ്മൾ ആ കോൺക്രീറ്റ് ആയിട്ടുള്ള ആ ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നു ആ സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ആ മെറ്റീരിയാലിറ്റിക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ളതിനെ നമ്മൾ ടേണിംഗ് ദം ഇൻടു തിങ്സ് ദാറ്റ് ക്യാൻ ബി പെർസീവ്ഡ്, മാനിപ്പുലേറ്റഡ് ഓർ എക്സ്റ്റെൻഡ്. നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റും. ഇപ്പോൾ റീഇഫിക്കേഷൻ ക്യാൻ ലീഡ് ടു പെർസെപ്ഷൻ ഓഫ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് ആസ് നാച്ചുറൽ ഓർ ഇന്നോവേറ്റീവ്. ഈ റീഇഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സിനെ, നാച്ചുറൽ ആയിട്ടുള്ള, പ്രകൃതിദത്തമായിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ളതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഒബ്സ്ക്യൂറിങ് ദെയർ സോഷ്യൽ കൺസ്ട്രക്ഷൻ ആൻഡ് അണ്ടർലൈൻ ഡൈനാമിക്സ്. അതിൻ്റെ ആ സോഷ്യൽ കൺസ്ട്രക്റ്റിനെയും അതിൻ്റെ അണ്ടർലൈൻ ഡൈനാമിക്സിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, മറച്ചു പിടിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നു, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സാധനത്തിനെ റിയൽ ആയിട്ട് കാണുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നു. അതിൻ്റെ ആ ഒരു അണ്ടർലൈൻ ഡൈനാമിക്സിനെയും സോഷ്യൽ കൺസ്ട്രക്റ്റിനെയും നമ്മൾ മറയ്ക്കും. ആ ഒരു പ്രോസസ്സിനെയാണ്